വീഡിയോ ഉറങ്ങുന്നേന് അല്ല അല്ലേ കുറച്ചാ വേണ്ടു എനിക്ക് കുരുമുളക് ഇട്ടിട്ട് കുറച്ച് മതി കുരുമുളക് പാട്ടി കൊടുക്കും ഇന്ന് എനിക്ക് പറ്റി വേണോ കേട്ടോ അത് മുടി വെട്ടി കൊടുക്കാതെ കുഞ്ഞിൻ്റെ എനിക്ക് 2 മത്തി പിടിച്ചോ പിടിച്ചോ പിടിച്ചു കൂട്ടിക്കോ അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളക് അരച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മത്തി നമ്മൾ മുളകിട്ടിട്ടും തേങ്ങ അരച്ചിട്ടും ഒക്കെ കറി വെക്കാറുണ്ടായിരിക്കുമല്ലോ. എന്നാൽ പച്ചക്കുരുമുളക് അരച്ചിട്ട് വെച്ചിട്ടുള്ള മത്തിക്കറി കഴിച്ചിട്ടുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിക്കോളൂ. നല്ല അടാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ സൂപ്പർ കോംബോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ മത്തി വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞുമത്തിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മത്തിക്ക് കൂടുതൽ നമ്മുടെ ആ ഒരു ചെതുമ്പലുണ്ടാവുമല്ലോ തൂളി, അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മത്തി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഒന്ന് പറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുരുമുളക് വള്ളിയിൽ നിന്നും നല്ല മൂത്ത കുരുമുളക് നോക്കിയിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീണെടുത്തൂടാ ഇത്രയും കുരുമുളക് നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ടും നമ്മൾ കറിയിൽ ചേർക്കുന്നില്ല. ഇത് മുഴുവൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവായി പോകും. കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി പോഷൻ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ആദ്യം നല്ലോണം ചട്ടിയിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തണ്ടിൽ നിന്നും നമ്മുടെ കുരുമുളകിൻ്റെ മണികൾ മുഴുവനായിട്ടും ഉതിർത്തെടുത്തിട്ട് 2-3 പ്രാവശ്യം വീണ്ടും നല്ലോണം കഴുകിയതിന് ശേഷമാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. കുരുമുളകിൻ്റെ മണികൾ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഉണ്ടല്ലോ, നമ്മുടെ വാളൻ പുളി, അത് നല്ലോണം കഴുകിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടി പോകേണ്ടതില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി കുരുമുളക് അരക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഈ ഒരു മീനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കുരുമുളകും പുളിയും ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സി ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ എണ്ണയിൽ വാട്ടോ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി, ആ ഒരു തക്കാളിയുടെ പുളിയാണ് നമുക്ക് ഈ ഒരു കറിക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളിയും ഇതിലോട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മത്തി വേവാൻ ആവശ്യത്തിനുള്ള ആ ഒരു വേവ് അത്രയും മാത്രം മതിയാവും. പിന്നെ ഇത് നമ്മൾ വറ്റിച്ചെടുത്തതുപോലെ ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവി ഇല്ലാതെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്നങ്ങ് തെളിച്ച് വരട്ടെ കേട്ടോ. നേരത്തെ ചേർത്തത് അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല പഴുത്ത തക്കാളിയുടെ പകുതി ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മത്തിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രേവി ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് താളിച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുരുമുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കറികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ പച്ചക്കുരുമുളക് വെച്ചിട്ട് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കട്ടോ. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.